പ്രതികൂലത്തിനൊന്നും കുറവുകളൊന്നുമില്ല. പക്ഷേ വലിയ ശ്രേഷ്ഠമായ ഒരു കാര്യം എനിക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഓട്ടോമാറ്റിക്കലി ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. ആരൊക്കെ നമ്മളെ വേദനിപ്പിച്ചാലും നമ്മൾ കുലുങ്ങാതെ തന്നെ നിൽക്കും. 2 തെസ്സലോനിയർ 3:5 കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നു. കർത്താവാണ് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കണക്ഷൻ. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്ക്. അപ്പോൾ നമുക്ക് തന്നൊരു ഗിഫ്റ്റാണ് ക്രിസ്തു എന്നത്. അതിന് നമ്മൾക്ക് സഹിഷ്ണുതയുണ്ട്. നമ്മൾ ക്രിസ്തുവിലൂടെയാണ് വീണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈറ്റുനൂലിലൂടെ കടന്നു പോകുന്നത്. ഈ ഭൂമിയിൽ ഇപ്പോഴും ഉള്ള നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ പ്രതീക്ഷകൾ, പരീക്ഷണങ്ങൾ എല്ലാം, അതിലെല്ലാം നമ്മൾ ജയിക്കണം. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യുക. എല്ലാവരും ഫ്രൂട്ട് ഉണ്ടാകട്ടെ, പ്രാർത്ഥനയിൽ ഒറ്റിരിക്കുക. അന്ത്യകാലത്തെ സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഉണരേണ്ടതിനെക്കുറിച്ചും കൈവിട്ടു പോയാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയും എനിക്കറിയാം. നിങ്ങളുടെ ഭവനത്തിലൊക്കെ ഉള്ളവരെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഭാരമൊക്കെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. പിതാവ് ആകർഷിക്കാതെ ആർക്കും വരാൻ പറ്റില്ല. നമ്മൾ പിതാവിനോട് ചേർന്നിരിക്കുക. ഈ ഭാരം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. തക്ക സമയത്ത് അവരെ എല്ലാം ദൈവം കൊണ്ടുവരും. നെവർ ഗിവ് അപ്പ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ വിട്ടുകളയരുത്. ഹല്ലേലൂയ. ധൈര്യമായിട്ടിരിക്കുക. ആത്മഭാരം ഉണ്ടായിരിക്കട്ടെ. വിഷമിക്കേണ്ട ഒന്നിനെക്കുറിച്ചും. അതാണ് ഞാൻ പറഞ്ഞത്. ധൈര്യമായിട്ടിരിക്കുക. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. യു ആർ ചോസൺ.